കരിനാക്കന്റെ ഒരു കാര്യം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചതിച്ചോ? ഏ, ഇത്ര പെട്ടെന്ന് വന്നോ? കൊഴിഞ്ഞു. ആ വവ്വാൽ വരുന്നുണ്ട്, ആ കരിനാക്കൻ. അവൻ പറഞ്ഞതുപോലെയാ. കരിനാക്ക് വളച്ച് പണ്ട് അവൻ എന്റെ തലയിൽ 10 ചക്കയിട്ടത് ഓർക്കുന്നോ? ചേട്ടാ വന്നു. നമസ്കാരം ചേട്ടാ. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. എന്നാലേ അനിയൻ പോയാട്ടെ. അങ്ങനെ പറയില്ലേ ചേട്ടാ. ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാ. മാപ്പോ? എന്തിന്? ചേട്ടന്റെ തലയിൽ ചക്കയിട്ടതിന്. അത് നടന്നിട്ട് കൊല്ലം 1 ഇപ്പോഴാണോ മാപ്പ് ചോദിക്കുന്നത്? എന്നോട് ക്ഷമിച്ചെന്ന് പറ. ഇല്ലെങ്കിൽ ചേട്ടന്റെ തലയിൽ ഇനിയും ചക്ക വീണാൽ ചേട്ടൻ എന്നെ കുറ്റപ്പെടൂ. എടാ കരിനാക്കാ, കണ്ടോ നാക്ക് വളച്ചതേയുള്ളൂ. അപ്പോഴേക്കും ഇതിനെ കൂടി ചേർത്ത് മാപ്പ് തന്നാൽ മതി. ഇവനെ ഞാൻ ഇന്ന് പൊരിച്ച് തിന്നും. ഉപ്പും മുളകും എടുക്കട്ടെ. ശരു, അവനെ പിടിച്ചോ. ഒരക്ഷരം മിണ്ടാൻ സമ്മതിക്കരുത്. ഏറ്റു. സത്യം ചെയ്യടാ, മിണ്ടില്ലെന്ന്. മിണ്ടില്ലേ? ആ ഗുഹ അങ്ങ് ഇടിഞ്ഞു വീണാലും ഞാനൊരക്ഷരം മിണ്ടില്ല. സത്യം. അയ്യോ. പേടി മാറ്റാനുള്ള സൂത്രം. അയ്യോ, പേടിയാവുന്നേ. ഇതാണോ മണ്ട പേടിക്കുന്ന എക്സ്പ്രഷൻ? പേടിയുണ്ടെന്ന് കാണുന്നവർക്ക് തോന്നണ്ടേ? നാളെ ഒരു നാടകമുണ്ട്. അത് പൊളിയുന്ന ലക്ഷണമാ. പേടിച്ചാൽ നാടകം പൊളിയില്ല അല്ലേ? ഇവന്റെ അഭിനയം മഹാബോറ. അയ്യോ പേടിയാവുന്നേ എന്ന ഡയലോഗ് പറയുന്നത് കണ്ടില്ലേ? ഉറക്കം തൂങ്ങുന്ന ഭാവമാ. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിച്ചതാണെന്ന് പറഞ്ഞാൽ പോരെ? സൂത്രന് ഇവനെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? പേടിച്ചഭിനയം പ്രാക്ടീസ് ചെയ്യാൻ ഒരു സൂത്രമുണ്ട്. ആ മരം കണ്ടോ? അതിന് ഞാൻ 2 കണ്ണ് കൊടുക്കാം. അയ്യോ, ആരുടെ കണ്ണ്? കണ്ണ് വരച്ചു കൊടുക്കാമെന്ന്. ഓക്കെ, ഇനി ഞാൻ 1 2 3 പറയുമ്പോൾ മരം നോക്കി ഡയലോഗ് പറയണം. ഒരു സൂത്രം ഒപ്പിച്ചത് ഇവമ്മ അറിഞ്ഞിട്ടില്ല. 1 2 3. അയ്യോ. 1 2 3. അയ്യോ. ഇപ്പൊ ശരിയായി. പൊത്തിലൊരു പാമ്പിരിപ്പുണ്ട്. 1 2 3 കേട്ടാൽ തല പൊക്കി നോക്കാൻ അവനോട് പറഞ്ഞു. പാമ്പിനെ കണ്ടിട്ടായി ഈ മണ്ടൻ പേടിക്കുന്നത്. ഇങ്ങനെ കുറേ നേരം പ്രാക്ടീസ് ചെയ്യണം. ചേട്ടൻ 1 2 3 പറഞ്ഞു കൊടുത്താൽ മതി, അഭിനയം ശരിയാകും. ഉഗ്രൻ. വെറും ഒരു മരം കൊണ്ട് അഭിനയം പഠിപ്പിച്ചല്ലോ. താങ്ക് യു. 1 2 3. അയ്യോ. ഒരു 50 തവണ പേടിച്ചാൽ അഭിനയമൊക്കെ തനിയേ വരും. എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? ചേട്ടാ, മരപ്പൊത്തിലിരിക്കുന്നവന് നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് വഴി പറഞ്ഞു കൊടുത്താൽ മതി. ലൈവായി പേടിക്കാം.